ശബരിമല ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം കവർന്നത് ഹൈദരാബാദിൽ വെച്ചെന്ന സംശയം ബലപ്പെടുന്നു. ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ നടത്തുന്ന നാഗേഷിന്റെ സഹായത്തോടെ തട്ടിയെടുത്തു എന്നാണ് സംശയം. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി തെളിവെടുത്ത പ്രത്യേക അന്വേഷണ സംഘം സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യമാണ് ഏറ്റുവാങ്ങിയത്. ആദ്യം ബംഗളൂരുവിലും പിന്നീട് ഹൈദരാബാദിലും സ്വർണ്ണപ്പാളികൾ ഇയാൾ എത്തിച്ചു. ഹൈദരാബാദിൽ സ്വർണ്ണപ്പണികൾ നടത്തുന്ന ഷോപ്പിന്റെ ഉടമ നാഗേഷിനാണ് കൈമാറിയത്. 39 ദിവസം നാഗേഷ് സ്വർണ്ണപ്പാളികൾ കൈവശം വെച്ചു. പാളികൾ ഒരുക്കി സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം മറ്റൊരു പാളിയാണോ നാഗേഷ് സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചതെന്നാണ് പരിശോധിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ ഉരുക്കിയെടുത്തപ്പോഴുണ്ടായ കുറവ് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നതാണ്. സ്വർണം ഉരുക്കിയതിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായാണ് പ്രത്യേക സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ ഓഫീസിലെത്തി പരിശോധന നടത്തിയത്. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലെയും എഫ്ഐആറുകൾ റാന്നി കോടതിയിൽ സമർപ്പിച്ചു. നാളെ ശബരിമലയിലെത്തുന്ന എസ് വെങ്കടേഷ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി വിലയിരുത്തും. SITയുടെ ഓഫീസും പമ്പയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്ന ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കി. മീഡിയ 1 തിരുവനന്തപുരം.